Good morning, my dear students. I'm all welcome to our class. എൻ്റെ പേര് ഷാലു എന്നാണ്. ഞാനാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ നിങ്ങളുടെ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ഉള്ള സബ്ജക്റ്റ് എടുക്കുന്ന ഞാനാണ്. ഇതാണ് നിങ്ങളുടെ റെഫറൻസ് ബുക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ഇതിൽ 2 മൊഡ്യൂളായിട്ടാണ് നിങ്ങൾക്ക് സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങും മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ടാക്സേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് അടുത്ത ടേമിലേക്കുള്ളൂ മൊഡ്യൂൾ 4. ആദ്യം നമുക്ക് നോക്കുന്നത് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിനകത്താണ് നിങ്ങൾക്ക് ടാലി ERP9 എന്നുള്ള സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിന്റെ തിയറിയും ഉണ്ട്, അതിന്റെ പ്രാക്ടിക്കലും ഉണ്ട്. നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനും എനിക്കും പറ്റുള്ളൂ. ഞാൻ നിങ്ങളെ ആരെയും കണ്ടിട്ടില്ല. എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് നോട്ട്സും സിലബസും ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വീട്ടിൽ ഒരു കാര്യം കൂടെ, വീട്ടിൽ സിസ്റ്റം ഉള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ ടാലി ERP9 എന്നുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. സോഫ്റ്റ്വെയറിൻ്റെ പേര് ടാലി ERP9. ഇതാണ് സോഫ്റ്റ്വെയറിന്റെ പേര്, ടാലി ERP9. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് വേഗം ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലാത്ത കുട്ടികളെ വിഷമിക്കില്ല. നമുക്ക് സ്കൂൾ തുറങ്ങുമ്പോൾ നിങ്ങൾ ലാബിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഉള്ള കുട്ടികളത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അല്ല നിങ്ങൾക്ക് മാനുവൽ അക്കൗണ്ടിങ് എന്താണ്, കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് എന്താണ്, കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് അഡ്വാൻറ്റേജസ്, ദെൻ ലിമിറ്റേഷൻസ്, ദെൻ പഠിക്കാനുള്ളത് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങും മാനുവൽ അക്കൗണ്ടിങ്ങുള്ള ഡിഫറൻസ്, പിന്നെ കുറേ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ്. ഇത്രയുള്ള നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അക്കൗണ്ടിങ് എന്താണെന്ന് പറയുന്നത്. നിങ്ങൾ വലിയ ഡെഫിനേഷനൊക്കെ ഒന്നും ഓർക്കണ്ട, അല്ല നിങ്ങൾക്ക് നല്ലതായിട്ട് അറിയാവുന്നതാണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോസസ്. കുറേ പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് which are at least of financial character and interpreting the result thereof. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡെഫിനേഷനാണ്, കോമൺ ഡെഫിനേഷനാണെന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാ പ്രോസസ്സും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അക്കൗണ്ടിങ്ങിനകത്ത് എന്തെല്ലാം ഉണ്ട്? റെക്കോർഡിംഗ് ഉണ്ട്, ക്ലാസിഫൈയിങ് ഉണ്ട്, സമ്മറൈസിംഗ് ഉണ്ട്, അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്. ഇത്രയും സെറ്റ് ഓഫ് പ്രോസസ്സാണ് ഇവിടെ ഉള്ളത്, അക്കൗണ്ടിങ്ങിനകത്ത് ഉള്ളത്. അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് റെക്കോർഡിംഗ്, ദെൻ ക്ലാസിഫൈയിങ്, ദെൻ സമ്മറൈസിംഗ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് ആദ്യം എന്തായിരുന്നു മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻസ് ഡൺ മാനുവലി. ട്രാൻസാക്ഷൻസ് ആയാലും റിപ്പോർട്ട്സ് ആയാലും പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? മാനുവലി, റിട്ടേൺ ആയിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്? ഒരു ട്രാൻസാക്ഷൻ കണ്ടു, അത് ഫൈനൽ അക്കൗണ്ട്സ് വരെ എത്തുന്നത് എങ്ങനെയായിരുന്നു? മാനുവലി ചെയ്യുമ്പോഴായിരുന്നു അതിന് എന്തെന്ന് പറയുന്നത്? മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിന് ധാരാളം ലിമിറ്റേഷൻസിലെ മാനുവൽ അക്കൗണ്ടിങ്ങിന് വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിലോ അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ? റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ബിസിനസ് എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ബിസിനസ് ഉണ്ട്, ലാർജ് സ്കെയിൽ ബിസിനസ് ഉണ്ട്. സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള എന്ത് മതി? മാനുവൽ അക്കൗണ്ടിങ് അവിടെ മതി. അതിന് പണ്ട് പറയുന്ന പേര് എന്തായിരുന്നു? ബുക്ക് കീപ്പിംഗ് എന്നായിരുന്നു പറയുന്നത്. അന്ന് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഡെയിലി തന്നെ എൻട്രി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ വീട്ടിൽ തന്നെ ബുക്ക് കീപ്പിംഗ് ചെയ്യില്ലേ? വീട്ടിൽ എന്ത് ചെയ്യും? നമ്മൾ സാധനങ്ങൾ മേടിക്കും, നമ്മൾ അന്നു തന്നെ എഴുതി വെക്കും. ഒരു ദിവസം ഉണ്ടാവുന്ന ഇൻകം എക്സ്പെൻസുകൾ നമ്മൾ എഴുതി വെച്ചിട്ട് നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻകത്തിനനുസരിച്ച് നമുക്ക് എക്സ്പെൻസ് ഉണ്ടായോ, എങ്ങനെയാണ് നമ്മുടെ ഈ മാസത്തെ ഇൻകം എക്സ്പെൻസ് റേഷ്യോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്മോൾ ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് മതിയായിരുന്നു? മാനുവൽ അക്കൗണ്ടിങ് മതിയായിരുന്നു. പക്ഷെ ലാർജ് സ്കെയിൽ ബിസിനസ്സിനെ നോക്കുമ്പോൾ എന്ത് സ്യൂട്ടബിൾ ആണോ അവിടെ? മാനുവൽ അക്കൗണ്ടിങ് സ്യൂട്ടബിൾ ആണോ? അല്ല. അവിടെ എന്തിന്റെ നീടുണ്ടായി? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിന്റെ നീടുണ്ടായി. കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടി ധാരാളം സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ മെയിൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറഞ്ഞാൽ ടാലി ERP9 എന്നുള്ള സോഫ്റ്റ്വെയർ. ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറഞ്ഞാൽ ടാലി ERP9 എന്നുള്ള സോഫ്റ്റ്വെയർ.
അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ബേസ് നിങ്ങൾക്ക് അറിയാം. മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സിസ്റ്റം ത്രൂ എങ്ങനെയാണ് ചെയ്യുന്നത്? മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനുവലി ട്രാൻസാക്ഷൻസ് ചെയ്തെടുക്കുകയും പിന്നെ റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത് വരെയുള്ള അതാണ് ഇതെന്ന് പറയുന്നത് മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അവിടെ എല്ലാം ആരാണ് ചെയ്യുന്നത്? മാനുവലി ആണ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിന്റെ എന്തില്ല അവിടെ സഹായം ഉണ്ടോ? അവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കണം അതിന്റെ ഇതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നോക്കാം. കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് എന്താണെന്നോട് ഒന്ന് ആലോചിച്ച്. കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്തിന്റെ ഹെൽപ്പോടുകൂടി? ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻസും എൻട്രി ചെയ്യുക, അതിന്റെ റിപ്പോർട്ട്സ് വരെ എത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം മാനുവൽ അക്കൗണ്ടിങ് നിങ്ങൾക്ക് അറിയാം ധാരാളം പ്രോസസ് ഉണ്ടെന്ന്. മാനുവൽ അക്കൗണ്ട് എന്തൊക്കെയുണ്ടായിരുന്നു? ജേണലാണ് ഫസ്റ്റ്. ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നത് ജേണലാണ്. ദെൻ ലെഡ്ജർ, ദെൻ ട്രയൽ ബാലൻസ്, ദെൻ ഫൈനൽ അക്കൗണ്ട്സ്. ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോൾ മാത്രമേ എന്ത് തീരുള്ളൂ? അവിടെ അക്കൗണ്ടിങ് പ്രോസസ്സ് തീരുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നല്ല എഴുതാണ്. ജേണൽ, ദെൻ ledger, then trial balance, then final accounts. ഈ ഫൈനൽ അക്കൗണ്ട് വരുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, then ബാലൻസ് ഷീറ്റ്. ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോൾ മാത്രമേ എന്ത് തീരുള്ളൂ? അക്കൗണ്ടിങ് തീരുള്ളൂ. ജേണലാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞ ജേണലാണ്. അവിടെ നടക്കുന്ന ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ജേർണലൈസിങ് എന്ന് പറയും. ദെൻ ലെഡ്ജറി നമ്മൾ പോസ്റ്റ് ചെയ്യുക. ജേണലിലെ കാര്യം നമ്മൾ ലെഡ്ജറി എന്ത് ചെയ്യുമെന്ന് പോസ്റ്റ് ചെയ്യുക. അവിടെ സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, ഇവിടെ ലെഡ്ജറിനകത്ത് ഉണ്ട്. ദെൻ ട്രയൽ ബാലൻസ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണെന്ന് നോക്കുന്നതാണ് ഇവിടെ ട്രയൽ ബാലൻസിൽ വരുന്നത്. സെറ്റ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഏത് അക്കൗണ്ടിന്റെ അണ്ടറിലാണ് എഴുതുന്നതാണ് ട്രയൽ ബാലൻസിൽ. ദെൻ ഫൈനൽ അക്കൗണ്ട് ചെയ്താൽ മാത്രം നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനകത്ത് 3 ഉണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. നിങ്ങൾക്ക് അറിയാം 3 അറിയാം. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ അറിയാൻ വേണ്ടിയാണ് ട്രേഡിംഗ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ അറിയാൻ വേണ്ടിയായിരുന്നു. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അസറ്റ് സൈഡ് ആണോ ലയബിലിറ്റി സൈഡ് ആണോ കൂടി നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എപ്പോഴും ഒരു ബിസിനസ്സിന് എന്താണ് നല്ലത്? ലയബിലിറ്റി സൈഡ് കുറഞ്ഞു നിന്നിട്ട് അസറ്റ് സൈഡ് കൂടുന്നതാണ് നല്ലത്. ഇത്രയും മാനുവലി ആയിരുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന് കുറെ ലിമിറ്റേഷൻസ് ഇല്ലേ? നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആക്യുറസി നല്ല ഒരു റിസൾട്ട് കിട്ടുമോ? ഇല്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡോക്യുമെന്റ് അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്റ്റോറേജ് ചെയ്യാൻ പറ്റുമോ? അത് റിട്രീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇത്രയും ലിമിറ്റേഷൻസ് എന്തിനുണ്ടായിരുന്നു? മാനുവൽ അക്കൗണ്ടിങ്ങിനും ഉണ്ടായിരുന്നു. ഈ ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് എന്ത് വന്നത്? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് വന്നത്. ഓക്കെ. ദെൻ നമുക്ക് ഇനി നോക്കേണ്ടത് അതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ്. എന്തിന്റെ? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിന് ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? അഡ്വാൻറ്റേജസ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. Advantages of computers accounting. എന്തൊക്കെയായിരിക്കും കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ്? എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ? ഫസ്റ്റ് വൺ, സ്പീഡ്. സ്പീഡ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും സ്പീഡായിട്ടും ഏറ്റവും ഫാസ്റ്റലി നമുക്ക് റിപ്പോർട്ട് കിട്ടുന്ന എന്താണ്? കമ്പയർ ടു മാനുവൽ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സ്പീഡിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഫൈനൽ റിസൾട്ട് നമുക്ക് വേഗം കിട്ടുന്നത് ഇതുവഴിയാണ്, കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് വഴിയാണ്. ദെൻ ആക്യുറസി.
ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ആക്യുറസി മീൻസ് കൃത്യത. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തിൽ ചെയ്യണം? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് ചെയ്ത് നിങ്ങൾക്ക് വേഗത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റിസൾട്ടും കിട്ടും. അത് ആക്യുറേറ്റ് ആയിരിക്കും. ആക്യുറേറ്റ് മീൻസ് കൃത്യത. നല്ല 100% ആക്യുറേറ്റ് ഉള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം അത് ഹ്യൂമൻ ബീങ് ആണോ ചെയ്യുന്നത്? അല്ല, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ദെൻ റിലയബിലിറ്റി. റിലയബിലിറ്റി മീൻസ് വിശ്വസനീയം. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഏതാണ്? കമ്പയർ ടു മാനുവൽ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടേഴ്സ്ഡ് അക്കൗണ്ടിങ് ആണ് മോർ റിലയബിൾ. ദെൻ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് എപ്പോഴാണോ ഇൻഫർമേഷൻ ആവശ്യമുള്ളത് അപ്പം നമുക്ക് ഇൻഫർമേഷൻ പോസിബിൾ ആണ് ഇവിടെ കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്. പക്ഷെ മാനുവൽ അക്കൗണ്ടിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളായിരുന്നു? ഇൻഫർമേഷൻ കിട്ടുള്ളായിരുന്നു. പക്ഷെ കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് അങ്ങനെയാണോ? അല്ല. ദെൻ ഓട്ടോമേറ്റഡ് ഡോക്യുമെന്റ് പ്രൊഡക്ഷൻ. ഓട്ടോമേറ്റഡ് ഡോക്യുമെന്റ് പ്രൊഡക്ഷൻ കൊണ്ട് നമ്മൾ റിപ്പോർട്ട്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. നമുക്ക് വേഗം ആ റിപ്പോർട്ട് കിട്ടിയിട്ട് നമുക്ക് വേഗം പബ്ലിഷ് ചെയ്യാനും ഒക്കെ പറ്റും. നിങ്ങൾക്കറിയാം, ഇപ്പം ന്യൂസ് പേപ്പറിനകത്തൊക്കെ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി എന്താ ഇയർ എൻഡ് 2020 to 2021 അങ്ങനെയൊക്കെ വരില്ലേ? അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് പ്രൊഡക്ഷൻ? അതിൻ്റെ അകത്ത് റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യും? വേഗത്തിൽ നമുക്ക് റിപ്പോർട്ട്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തിൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്യണം? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിന്റെ ഹെൽപ്പോടുകൂടി ചെയ്യണം. ഓട്ടോമാറ്റിക്കലി നമുക്ക് റിപ്പോർട്ട് കിട്ടും. ദെൻ എഫിഷ്യൻസി. എഫിഷ്യൻസി മീൻസ് എന്താണ്? കാര്യക്ഷമത അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ്. കോസ്റ്റ് എഫക്റ്റീവ് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? കോസ്റ്റ്, ടൈം. നിങ്ങൾ നോക്കി ടൈം സേവ് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാനായിട്ടും പറ്റുന്നത് ഏതാണ്? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് ആണ്. നമുക്ക് മാനുവലി നമ്മളൊരു 10 പേരെ അപ്പോയിന്റ് ചെയ്യുന്നിടത്ത് ഒരു സിസ്റ്റവും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ലേബർ ചാർജസ് കൊടുക്കണോ? വേണ്ട. അപ്പൊ എഫിഷ്യൻസി കൂടുതൽ എവിടെയാണ്? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിനകത്താണ് ഉള്ളത്. ദെൻ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും നമുക്ക് ഏറ്റവും മാനുവൽ അക്കൗണ്ടിനേക്കാളും കൂടുതൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും അത് റിട്രീവ് മീൻസ് എന്താ? ബാക്കപ്പ് ചെയ്തെടുക്കാനും പറ്റുന്ന എവിടെയാണ്? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിൽ പോസിബിൾ ആണ്. മാനുവൽ അക്കൗണ്ടിങ് പോസിബിൾ ആണോ? അല്ല. ദെൻ 8th one, ഡേറ്റ മാനിപ്പുലേഷൻ. ഡേറ്റ ക്യാൻ ബി ഈസിലി മാനിപ്പുലേറ്റഡ്. എപ്പോഴെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഈസിലി ആക്സസിബിൾ ആണ് ഇവിടെ കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിൽ. ഈസിലി നമുക്ക് ആക്സസിബിൾ ആണ്. ദെൻ സെക്യൂരിറ്റി. സെക്യൂരിറ്റി മീൻസ് ഏറ്റവും സെക്യൂർ ആണ് ഇതിൽ ചെയ്യുമ്പോൾ. കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ പാസ്വേഡ് ചോദിക്കാം. പാസ്വേഡ് വെച്ച് നമുക്ക് ആ കമ്പനി സെക്യൂർ ചെയ്യാം. അപ്പൊ സെക്യൂരിറ്റി കൂടുതലുള്ളത് എവിടെയാണ്? കമ്പയർ ടു മാനുവൽ അക്കൗണ്ടിങ് എവിടെയാണ് കൂടുതലായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ളത്? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിലാണ് സെക്യൂർ. ഓക്കെ. ദെൻ ഡേറ്റ ആക്സസ്. നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് മീൻസ് എപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ നമുക്ക് ഡേറ്റ എടുക്കാനായിട്ട് പറ്റും. ദെൻ വിഷ്വൽസ്. വിഷ്വൽസ് മീൻസ് നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിഷ്വലി നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ എപ്പോൾ വേണോ നമുക്ക് അതിന്റെ റിപ്പോർട്ട്സ് അപ്പൊ നമുക്ക് വിഷ്വലി നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്കത് പബ്ലിഷ് ചെയ്യുന്നതിനും എളുപ്പം വരുന്നത് എവിടെയാണ്? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്. വിഷ്വലി പോസിബിൾ ആയിട്ടുള്ളത് ഏതാണ്? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്. മാനുവലി പോസിബിൾ അല്ലെന്നല്ല പറയുന്നത്, വിഷ്വലി നമുക്ക് വേണമെങ്കിൽ
നിങ്ങൾക്ക് അറിയാം അങ്ങനെ കുറേ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു ബിസിനസിന്റെ റണ്ണിങ് എത്രത്തോളമാണ് ആ ബിസിനസ് റൺ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാം. അതിന് വിഷ്വലി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഏതാണ്? കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് അതിന്റെ അഡ്വാൻറ്റേജസ്. സ്പീഡ്, ആക്യുറസി, റിലയബിലിറ്റി, അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻ, ഓട്ടോമേറ്റഡ് ഡോക്യുമെന്റ് പ്രൊഡക്ഷൻ, എഫിഷ്യൻസി, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ, ഡാറ്റ മാനിപ്പുലേഷൻ, സെക്യൂരിറ്റി, ഡാറ്റ ആക്സസ്, ദെൻ വിഷ്വൽസ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ലിമിറ്റേഷൻസും അതിന്റെ മാനുവൽ അക്കൗണ്ടിങ് കമ്പ്യൂട്ടർ ഡിഫറൻസും പഠിക്കാം. താങ്ക് യു.